ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി അല്ലാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. വചനം 1. അലം തറ നീ കണ്ടില്ലേ, കൈഫ ഫഅല എങ്ങനെ ചെയ്തുവെന്ന്, റബ്ബുക നിന്റെ റബ്ബ്, ബി അസ്ഹാബിൽ ഫീൽ ആനക്കാരെ കൊണ്ട് നിന്റെ റബ്ബ് ചെയ്തതെങ്ങനെയാണെന്നു നീ കണ്ടില്ലേ. അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ. വചനം 2. അലം യജഅൽ അവൻ ആക്കിയില്ലേ, കൈദഹും അവരുടെ തന്ത്രം ഉപായം, ഫീ തദ്ലീൽ പിഴവിൽ, നഷ്ടത്തിൽ, വഴികേടിൽ, അവരുടെ തന്ത്രം അവൻ പിഴവിലാക്കിയില്ലേ. وأرسل عليهم طيرا أبابيل. വചനം 3. വഅർസല അലൈഹിം അവരുടെ മേൽ അവൻ അയക്കുകയും ചെയ്തു, ത്വയ്റൻ ഒരു തരം പക്ഷികളെ, അബാബീൽ കൂട്ടം കൂട്ടമായി, അവരുടെ മേൽ അവൻ കൂട്ടം കൂട്ടമായി ഒരു തരം പക്ഷികളെ അയക്കുകയും ചെയ്തു. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. വചനം 4. തർമീഹിം അവ അവരെ എറിഞ്ഞും കൊണ്ട്, ബിഹിജാറത്തിൻ ഒരു തരം കല്ലുകൊണ്ട്, മിൻ സിജ്ജീൽ സിജ്ജീലിൽപ്പെട്ട, ഇഷ്ടികക്കല്ലിൽപ്പെട്ട, ചൂളക്കല്ലിൽപ്പെട്ട, അവ അവരെ ചൂളവെച്ച ഇഷ്ടികക്കല്ലുകൊണ്ട് എറിഞ്ഞിരുന്നു. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. വചനം 5. ഫജഅലഹും അങ്ങനെ എന്നിട്ടു അവൻ അവരെ ആക്കി, കഅസ്ഫിൻ വൈക്കോൽ തുരുമ്പ് പോലെ, മഅകൂൽ തിന്നപ്പെട്ട, അങ്ങനെ അവരെ അവൻ തിന്നപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കി. ആനക്കാർ അസ്ഹാബുൽ ഫീൽ എന്നു പറഞ്ഞത് കഅബ പൊളിക്കുവാൻ വന്ന അബ്രഹത്തിനെയും സൈന്യത്തെയും ഉദ്ദേശിച്ചു തന്നെ. കൈദഹും അവരുടെ തന്ത്രം അഥവാ ഉപായം കൊണ്ടുദ്ദേശം കഅബയെ നശിപ്പിച്ച് ജനങ്ങളുടെ തീർത്ഥാടന യാത്രകൾ യമനിൽ നിർമ്മിച്ച പുതിയ ദേവാലയത്തിലേക്ക് ആക്കിത്തീർക്കുവാനുള്ള പരിപാടിയുമാകുന്നു. സൈന്യത്തെ പരാജയപ്പെടുത്തിയതിനെക്കുറിച്ച് അല്ലാഹു പറഞ്ഞത് ഇപ്രകാരമാണ്: കൂട്ടം കൂട്ടമായ ഒരുതരം പക്ഷികളെ അല്ലാഹു അവരിൽ നിയോഗിച്ചു. അവ അവരെ കളിമണ്ണ് കൊണ്ടുള്ള ചൂളവെച്ച ഒരു തരം കല്ലുകൾ അഥവാ ഇഷ്ടിക കല്ലുകൾ കൊണ്ട് എറിഞ്ഞിരുന്നു. അങ്ങനെ ആ സൈന്യം കന്നുകാലികൾ തിന്ന ശേഷം നിലത്ത് കൊഴിഞ്ഞു കിടക്കുന്ന വൈക്കോൽ തുമ്പെന്നോണം ചിന്നിച്ചിതറി നശിച്ചുപോയി. പക്ഷികളെയോ കല്ലുകളെയോ സംബന്ധിച്ച് കൂടുതലൊന്നും വിവരിക്കുവാൻ സാധ്യമല്ലെന്നു മുകളിൽ പറഞ്ഞുവല്ലോ. എന്നാൽ കല്ലിനെക്കുറിച്ച് അള്ളാഹു ഉപയോഗിച്ച വാക്ക് സിജ്ജീൽ എന്നാണ്. ലൂത്ത് അലൈഹിസ്സലാം നബിയുടെ ജനതയെ ബാധിച്ച ശിക്ഷ വിവരിക്കുന്ന മധ്യേ സൂറത്ത് ഹൂദിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: വഅംതർന അലൈഹിം ഹിജാറതം മിൻ സിജ്ജീൽ, അവരിൽ നാം സിജ്ജീലിന്റെ കല്ല് വർഷിപ്പിക്കുകയും ചെയ്തു. ചൂളവെച്ച കല്ല് എന്നാണ് അവിടെ ഖുർആൻ വ്യാഖ്യാതാക്കൾ അതിന് അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. കളിമണ്ണ് കൊണ്ടുള്ള കല്ല് ഹിജാറത്തും മിൻ ത്വയ്ൻ എന്നും ഇതേ കല്ലിനെപ്പറ്റി സൂറത്ത് അദ്ദാരിയാത്തിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നു. ആകയാൽ പക്ഷികൾ എറിയുവാൻ കൊണ്ടുവന്നിരുന്ന കല്ല് കളിമണ്ണ് കൊണ്ടുള്ളതും ചൂളവെക്കപ്പെട്ടതുമായിരുന്നുവെന്ന് കരുതാവുന്നതാണ്. ഈ കല്ലുകൾ മുഖേന സൈന്യങ്ങൾ കൊല്ലപ്പെടുകയാണോ അതുമൂലം അവർക്ക് മറ്റു വല്ല നാശങ്ങളും സംഭവിക്കുകയാണോ ചെയ്തതെന്ന് അള്ളാഹുവിനറിയാം. ഏതായാലും അവരുടെ അതിദാരുണമായ നാശത്തിനും പരാജയത്തിനും അത് കാരണമായെന്നുള്ളതിൽ സംശയമില്ല. അതുപോലെ തന്നെ ഇത് കേവലം സാധാരണമല്ലാത്ത ഒരത്ഭുതമായിരുന്നുവെന്നും സ്പഷ്ടമാകുന്നു. കൊക്കുകളെപ്പോലെയോ എറളാടിപ്പക്ഷികളെപ്പോലെയോ ഉള്ള ഒരുതരം പക്ഷികളായിരുന്നു പ്രസ്തുത പക്ഷികളെന്നും, കടലമണി പോലെയോ പയറുമണി പോലെയോ ചെറുതായിരുന്നു ആ കല്ലുകളെന്നും, കല്ലുകൾ വഹിച്ചതോടുകൂടി സൈന്യങ്ങളിൽ ഒരുതരം വസൂരിയോ മറ്റേതോ രോഗമോ പിടിപെട്ടുവെന്നും, അങ്ങനെ അവരുടെ ശരീരങ്ങൾ നുറുങ്ങി നശിച്ചുവെന്നും മറ്റും ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞു കാണുന്നു. കൂടാതെ ഏതോ വിഷബീജങ്ങൾ വഹിച്ചിരുന്ന ഒരുതരം ഈച്ചകളായിരുന്നു ആ പക്ഷികളെന്നും, ആ വിഷബീജങ്ങളാണ് കല്ലുകൊണ്ടുദ്ദേശ്യമെന്നും ചില ആധുനിക വ്യാഖ്യാതാക്കളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്.
അങ്ങനെ ഈ സംഭവത്തെ ഭൗതിക വീക്ഷണങ്ങൾക്കൊപ്പിച്ച് വ്യാഖ്യാനിക്കുവാനും അവർ മുതിർന്നിരിക്കുന്നു. ഖുർആനിലോ ഹദീസിലോ കാണപ്പെടുന്ന അസാധാരണ സംഭവങ്ങളിലെല്ലാം ഇതുപോലെ ദുർവ്യാഖ്യാനങ്ങൾ നടത്തി സ്വയം തൃപ്തി അടയുക ഇക്കാലത്ത് പലരുടെയും പതിവാണല്ലോ. ചിലർ ഒരു പരിഷ്കാരം തന്നെയായിട്ടാണ് ഗണിച്ചു വരുന്നതും. ചില പുത്തൻ വ്യാഖ്യാനക്കാർ ഈ സൂറത്തിന് അതിനേക്കാളെല്ലാം വിചിത്രവും ആഭാസകരവുമായ ഒരു അർത്ഥവ്യാഖ്യാനം ഈയിടെയായി നൽകിക്കാണുന്നു. അള്ളാഹുവിലും ഖുർആനിലും വിശ്വസിക്കുന്ന ഏതൊരാളും അയാൾക്ക് ഈ സൂറത്തിന്റെ വാക്കർത്ഥമെങ്കിലും അറിയാവുന്ന പക്ഷം ആ അർത്ഥവ്യാഖ്യാനം അള്ളാഹുവിന്റെ പേരിൽ അവർ കൽപ്പിച്ചുകൂട്ടി കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്ന് വിധി കൽപ്പിക്കുവാൻ മടിക്കുകയില്ലെന്ന് നമുക്ക് ഉറപ്പുണ്ട്. സംഭവത്തെക്കുറിച്ച് അവരുടെ വിവരണത്തിന്റെ ചുരുക്കം ഇതാണ്. അബ്ദുൽ മുത്തലിബും മക്കാ നിവാസികളായ ഖുറൈശികളും കഅബയുടെ പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന അബൂ ഖുബൈസ് മലമുകളിൽ കയറിയിരുന്നു. ഇത് കേവലം ഒരു സൂത്രമായിരുന്നു. അബ്രഹത്തും സൈന്യവും സ്ഥലത്ത് കടന്നതോടെ ഖുറൈശികൾ കൂട്ടം കൂട്ടമായി അവർക്കുമീതെ വമ്പിച്ച പാറക്കല്ലുകൾ ഉരുട്ടിക്കൊണ്ടിരുന്നു. അതുവഴി സൈന്യം ചതഞ്ഞരഞ്ഞുപോയി. അല്ലാഹു അക്ബർ. മനുഷ്യന്റെ ചിന്താഗതിക്ക് വക്രത ബാധിച്ചാൽ അവന് എന്തുതന്നെ പറഞ്ഞുകൂടാ. സൈന്യത്തെ പരാജയപ്പെടുത്തുവാൻ അല്ലാഹു സാധാരണമല്ലാത്ത ഒരുതരം പക്ഷികളെ നിയോഗിച്ചുവെന്നും ഒരുതരം കല്ലുകൊണ്ട് അവരെ എറിഞ്ഞു നശിപ്പിച്ചുവെന്നും സമ്മതിക്കുവാൻ ഇവരുടെ യുക്തിക്ക് സാധിക്കാത്തതിൽ നിന്നും അതേസമയത്ത് അള്ളാഹുവിന്റെ പ്രസ്താവന ശരിയല്ലെന്ന് തുറന്നു പറയുവാൻ ധൈര്യം വരാത്തതിൽ നിന്നും ഉടലെടുത്തതാണ് ഈ വിവരണം. ഇതിന് അവർ നൽകുന്ന ന്യായീകരണങ്ങൾ ഇങ്ങനെ സംഗ്രഹിക്കാം. ധീരതയിലും കഅബയോടുള്ള ബഹുമാനത്തിലും പേരുകേട്ടവരാണ് ഖുറൈശികൾ. എന്നിരിക്കെ അവർ കഅബ പൊളിക്കാൻ വന്ന സൈന്യത്തോട് നേരിടാതെ ഭീരുത്വം കാട്ടി മലമുകളിൽ കയറിയിരുന്നുവെന്ന് പറയുന്നത് വിശ്വസിക്കാവതല്ല. കഅബ പൊളിക്കാൻ വന്ന സൈന്യത്തോട് അറബികൾ ധീരമായി പോരാടിയിരുന്നുവെന്ന് കാണിക്കുന്ന പല കവികളും നിവേദനങ്ങളും നിലവിലുണ്ട് താനും. പക്ഷേ സൈന്യത്തിന്റെ വരവ് ഹജ്ജ് ദിവസങ്ങളിലായതുകൊണ്ട് പെട്ടെന്ന് ഒരു യുദ്ധസന്നാഹത്തിന് സാധിച്ചില്ല. അതുകൊണ്ടാണ് സൂത്രജ്ഞനായ അബ്ദുൽ മുത്തലിബ് എല്ലാവരോടും അബൂ ഖുബൈസിൽ കയറുവാൻ കൽപ്പിച്ചത്. ശത്രുക്കളെ അവിടെ നിന്ന് കല്ലെറിഞ്ഞ് പരാജയപ്പെടുത്താമെന്ന രഹസ്യം അദ്ദേഹം ആദ്യം അവരെ അറിയിക്കാത്തത് കേവലം തന്ത്രമായിരുന്നു. ഈ ന്യായീകരണത്തിന്റെ ഉള്ളുകള്ളിയെപ്പറ്റി അല്പമൊന്ന് ചിന്തിക്കുക. 1. അറബികളുടെ ധീരതയും അവർക്ക് കഅബയോടുള്ള മതിപ്പും ശരി തന്നെ. പക്ഷേ തങ്ങൾക്ക് നേരിടാൻ കഴിയാത്തവണ്ണമുള്ള ശത്രുസേനയെ നേരിട്ട് കൂട്ടത്തോടെ ആത്മഹത്യക്ക് ഒരുങ്ങുകയെന്ന വിഡ്ഢിത്തം അവർക്കുണ്ടായിരുന്നുവെന്ന് കരുതാവതല്ല. അതിരിക്കട്ടെ, ആനപ്പട്ടാളം മക്കായിൽ പ്രവേശിച്ചിട്ടു പോലുമില്ല. പ്രവേശന മാർഗത്തിൽ വെച്ച് തന്നെ അള്ളാഹു അവരെ തടഞ്ഞു എന്നതാണ് വാസ്തവം. ആ നിലക്ക് അബൂ ഖുബൈസിന്റെ മുകളിൽ നിന്ന് സൈന്യത്തിനുമീതെ പാറക്കല്ലുകൾ ഉരുട്ടിവിട്ടു എന്ന് പറയുന്നതിന് അർത്ഥമില്ല തന്നെ. ഹുദൈബിയ സംഭവ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഒട്ടകം ഒരിടത്ത് വെച്ച് മുമ്പോട്ട് നടക്കുവാൻ കൂട്ടാക്കാതെ മുട്ടുകുത്തുകയുണ്ടായി. ഈ അവസരത്തിൽ തിരുമേനി ഇപ്രകാരം പ്രസ്താവിച്ചതായി ബുഖാരി റഹിമഹുല്ല ഉദ്ധരിക്കുന്നു. അതിന് അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല. പക്ഷേ ആനയെ തടഞ്ഞുവെച്ചവൻ അതിനെ തടഞ്ഞുവെച്ചതാണ്. വമാ ദാലിക ബിഖുലികിൻ വലാകിൻ ഹബസഹ ഹാബിസുൽ ഫീൽ. മക്കാ വിജയ സംഭവം വിവരിച്ച കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞതായി ബുഖാരിയും മുസ്ലിമും റഹ്മത്തുള്ളാഹി അലൈഹിമ ഉദ്ധരിക്കുന്നു. അള്ളാഹു മക്കായെ സംബന്ധിച്ച് ആനയെ തടഞ്ഞുവെക്കുകയുണ്ടായി. അവന്റെ റസൂലിനും സത്യവിശ്വാസികളും അതിൽ അധികാരം നൽകുകയും ചെയ്തു. ഇന്നല്ലാഹ ഹബസ അൻ മക്കത്തൽ ഫീല വസല്ലത അലൈഹ റസൂലഹു വൽ മുഅ്മിനീൻ. ആനപ്പട്ടാളം മക്കയിൽ പ്രവേശിച്ചിട്ടേയില്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ. ഖുർആന്റെ പ്രസ്താവനകളെ മാറ്റിമറിക്കുന്നവർക്ക് ഹദീസിനെ നിഷേധിക്കുവാൻ ഒട്ടും പ്രയാസം തോന്നുകയില്ലെങ്കിലും സത്യാന്വേഷികൾക്ക് ഇത് തെളിവ് തന്നെയാണ്. 2. അബ്രഹത്തിന്റെ ഉദ്ദേശവും കഅബ പൊളിക്കുവാനുള്ള ശ്രമവും അറിഞ്ഞ അറബി ഗോത്രങ്ങൾ അതിൽ ക്ഷുഭിതരാവുകയും ചിലരെല്ലാം വഴിമധ്യേ അവനെ നേരിടുകയും ചെയ്തതായി ചരിത്രങ്ങളിൽ വന്നിട്ടുള്ളത് ശരിയാണ്. യമനിലെ ഒരു പ്രമാണിയായിരുന്ന ദൂനഫർ കുറെ ആളുകളെ ശേഖരിച്ച് അബ്രഹത്തുമായി ഏറ്റുമുട്ടുകയുണ്ടായി. അവർ പരാജയപ്പെടുകയും ദൂനഫർ ബന്ധനസ്ഥനാവുകയുമാണുണ്ടായത്. പിന്നീട് ഖസ്അം പ്രദേശത്ത് വെച്ച് നുഫൈലിബ്നു ഹബീബും അദ്ദേഹത്തിന്റെ ജനതയും മറ്റൊരു യുദ്ധവും നടത്തുകയുണ്ടായി. ഇവർക്കും വിജയം വരിക്കുവാൻ കഴിഞ്ഞില്ല. നുഫൈൽ ബന്ധനസ്ഥനാവുകയും ചെയ്തു. ത്വായിഫ് വഴിയായിരുന്നു അബ്രഹത്ത് മുന്നേറിയിരുന്നത്. ത്വായിഫുകാർ ഏറ്റുമുട്ടുവാൻ കഴിവില്ലെന്നു കണ്ട് നയപൂർവം പിന്മാറുകയാണ് ചെയ്തത്. മേൽ പറഞ്ഞതുപോലെയുള്ള സംഘടനകളിൽ അറബികൾ വഹിച്ച പങ്കും അവർ കാണിച്ച ധീരകൃത്യങ്ങളുമാണ് ഇവർ ചൂണ്ടിക്കാട്ടിയ ചില കവിതകളിൽ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നത്.
ഇതല്ലാതെ മക്കയിൽ വെച്ച് ഖുറൈശികളും അബ്രഹത്തിന്റെ സൈന്യവും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായതായി യാതൊരു രേഖയും ഇല്ല. അഥവാ മക്കായുടെ അടുത്തുവെച്ച് വല്ലതും ഉണ്ടായിട്ടുണ്ടെന്ന് സങ്കല്പിച്ചാൽ തന്നെ വഴിക്ക് വെച്ചുണ്ടായ സംഘട്ടനങ്ങളിൽ സംഭവിച്ചതുപോലെ അതിൽ ഖുറൈശികൾക്ക് ചെറുത്തുനിൽക്കുവാൻ കഴിയാതെ അവർ മലമുകളിൽ കയറി അഭയം പ്രാപിക്കുന്നതും സ്വാഭാവികമാണ്. എന്നല്ലാതെ അബ്ദുൽ മുത്തലിബ് രഹസ്യമായി തയ്യാറാക്കിയ ഒരു ആസൂത്രിത പരിപാടിയായിരുന്നു അത് എന്നുള്ളതിന് ഇക്കൂട്ടരുടെ സ്വന്തം കണക്കുകൂട്ടലല്ലാതെ വേറെ യാതൊരു തെളിവുമില്ല. തെളിവുള്ളത് നേരെ മറിച്ചാണു താനും. വാസ്തവത്തിൽ ചില മഹാന്മാർ ചൂണ്ടിക്കാട്ടിയതുപോലെ അള്ളാഹു അവന്റെ വിശുദ്ധ മന്ദിരത്തെ അപ്രതീക്ഷിതവും അസാധാരണവുമായ ഒരു മാർഗത്തിലൂടെ കാത്തുരക്ഷിക്കുന്നതാണെന്ന് ദൃഷ്ടാന്തപൂർവം മനുഷ്യർക്ക് കാട്ടിക്കൊടുക്കുവാൻ വേണ്ടി അബ്രഹത്തിന്റെ മുന്നേറ്റത്തിന് വഴിമധ്യേ നേരിട്ട യുദ്ധങ്ങൾ നിമിത്തം ഭംഗം വരുത്താതിരിക്കെയാണ് അവൻ ചെയ്തതെന്നത്രേ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു ആലം. 3. കഅബയുടെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മലയാണ് അബൂ ഖുബൈസ് എന്ന് മക്ക സന്ദർശിച്ച എല്ലാവർക്കും അറിയാം. മലയിൽ നിന്ന് കഅബയുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന ഭാഗത്തെ ചെരിവിൽ വെച്ച് കല്ലെറിഞ്ഞാൽ കഅബയുടെ അടുത്തുവന്ന പട്ടാളത്തെ ഉപദ്രവിക്കുവാൻ കഴിഞ്ഞേക്കുകയും ചെയ്യാം. എന്നാൽ തന്നെയും വേറെ ഭാഗത്തേക്കു രക്ഷപ്പെടുവാനുള്ള സൗകര്യം അവിടെയുണ്ട്. അതിരിക്കട്ടെ, ഏതായാലും അബൂ ഖുബൈസിന്റെ മുകളിൽ നിന്നാകട്ടെ മക്കായെ ചുറ്റി നിൽക്കുന്ന മറ്റു മലകളുടെ മുകളിൽ നിന്നാകട്ടെ ഇവർ പറയും പോലെ വമ്പിച്ച പാറക്കല്ലുകൾ ഉരുട്ടി ഉതിർത്തുകൊണ്ട് ഒരു സൈന്യത്തെ ചതച്ചരക്കുവാൻ തക്കവണ്ണം അത്ര അടുത്തോ സൗകര്യത്തിലോ അല്ല ആ മലകൾ സ്ഥിതി ചെയ്യുന്നതെന്ന് ആ സ്ഥലം കണ്ടു മനസ്സിലാക്കിയ ആർക്കും അറിയാവുന്നതാണ്. ഹജ്ജാജ് ബിൻ യൂസുഫിന്റെയും അബ്ദുല്ലാഹിബിന് സുബൈർ റളിയല്ലാഹുവിന്റെയും സൈന്യങ്ങൾ തമ്മിൽ മക്കയിൽ വെച്ച് നടന്നതും കഅബയുടെ അടുക്കലായിരുന്ന ഇബ്നു സുബൈർ റളിയല്ലാഹുവിന്റെ നേരെ മലമുകളിൽ നിന്ന് ഹജ്ജാജിന്റെ സംഘക്കാർ വമ്പിച്ച കല്ലുകൾ ഉതിർത്തതും കഅബയ്ക്കു കേടുപറ്റിയതും ചരിത്രപ്രസിദ്ധമാണ്. മിൻജനീഖ് എന്ന ഒരു യന്ത്രം മുഖേനയായിരുന്നു അതെന്ന് പ്രസ്താവ്യമത്രേ. ഇവിടെ ഖുറൈശികൾ മിൻജനീഖോ മറ്റോ ഉപയോഗിച്ചതായി ഇവരും പറയുന്നില്ല. മാത്രമല്ല, അക്കാലത്തെ അറബികൾക്ക് മിൻജനീഖിനെപ്പറ്റി പരിചയവും ഉണ്ടായിരുന്നില്ല. അത് പിന്നീടാണവർക്ക് പരിചയപ്പെട്ടിട്ടുള്ളതും. 4. ഇതിനെല്ലാം പുറമെ സംഭവത്തെക്കുറിച്ച് ഇക്കൂട്ടരുടെ സമർത്ഥനവും ഈ സൂറത്തിന് ഇവർ നൽകുന്ന വ്യാഖ്യാനവും അനുസരിച്ച് കൂട്ടം കൂട്ടമായ പക്ഷികൾ ത്വയ്റൻ അബാബീൽ എന്ന് അള്ളാഹു പറഞ്ഞതിന്റെ അർത്ഥം കൂട്ടം കൂട്ടമായ മനുഷ്യർ എന്നായിരിക്കണമല്ലോ. അതുപോലെ തന്നെ ചൂളക്കല്ല് അഥവാ കളിമണ്ണ് കൊണ്ടുണ്ടാക്കപ്പെട്ട ഇഷ്ടികക്കല്ല് ഹിജാറത്തും മിൻ സിജ്ജീൽ എന്നതിന്റെ അർത്ഥം വമ്പിച്ച പാറക്കല്ല് എന്നും അവരെ കല്ലുകൊണ്ട് എറിഞ്ഞിരുന്നു തർമീഹിം ബി ഹിജാറ എന്നതിന്റെ അർത്ഥം അവരുടെ മീതെ കല്ലുരുട്ടിയിരുന്നുവെന്നും ആക്കി മാറ്റേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം ശരിവെക്കുവാൻ വിശേഷബുദ്ധിയുള്ള ആർക്കാണ് കഴിയുക? ഇവർക്കല്ലാതെ. 5. ഇതിനേക്കാൾ ബാലിശമായ മറ്റൊരു കാര്യം തർമീഹിം ബി ഹിജാറ, അവരെ അഥവാ ആ പക്ഷികൾ ആ ആനപ്പട്ടാളത്തെ എറിഞ്ഞിരുന്നു എന്ന് അള്ളാഹു പറഞ്ഞുവല്ലോ. ഇതിലെ തർമീ എന്ന ക്രിയാരൂപം ഒറ്റക്കെടുക്കുമ്പോൾ അതിന്റെ മുമ്പും പിമ്പും ഗൗനിക്കാത്ത പക്ഷം അതിനു നീ എറിഞ്ഞിരുന്നു എന്നും അർത്ഥം കൽപ്പിക്കാം. ഈ അർത്ഥമാണ് ഇവിടെ ഉദ്ദേശമെന്നത്രേ ഈ വ്യാഖ്യാനക്കാർ പറയുന്നത്. എന്നാൽ പക്ഷികളുടെ ഏറ് ഒഴിവാക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ നീ എന്ന് ഏകവചനമാക്കിയത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കപ്പെടുന്ന പക്ഷം അതിന് അവരുടെ മറുപടി ഇപ്രകാരമാകുന്നു: ഇവിടെ നീ എന്ന് ഏകവചനമാണെങ്കിലും അതുകൊണ്ട് നിങ്ങൾ എന്ന ബഹുവചനമാണ് ഉദ്ദേശ്യം. ഇതൊന്നും നാം ഊഹിച്ചു പറയുന്നതല്ല. ഇക്കൂട്ടരുടെ സ്വന്തം കൃതികളിൽ നിന്ന് നാം ചുരുക്കി ഉദ്ധരിക്കുന്നതാണ്. അവ നേരിൽ കാണുവാൻ സാധിച്ചവർക്കും ഇതും ഇതിനേക്കാൾ വമ്പിച്ചതുമായ പല വഷളത്തരങ്ങളും അവയിൽ കാണാവുന്നതാണ്. ഇനി വല്ലവരും അവരോട് ആരെക്കുറിച്ചാണ് ഇവിടെ നിങ്ങൾ എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അവർ മറുപടി പറഞ്ഞേക്കും: നിങ്ങൾ എന്നാൽ അവർ എന്നും അവർ എന്നാൽ ഖുറൈശികൾ എന്നുമാണ് ഉദ്ദേശ്യമെന്ന്. അത്ഭുതം, ലജ്ജയില്ലെങ്കിൽ തോന്നിയത് ചെയ്യാമല്ലോ. ഇദാലം തസ്തഹി ഫസ്ന മാശിയത. കൂടുതൽ ദീർഘിപ്പിക്കേണ്ടുന്ന ആവശ്യമില്ല. ഇത്രയും പ്രസ്താവിച്ചതിൽ നിന്നു തന്നെ ഭൗതിക തിമിരം തീണ്ടാത്തവർക്ക് സത്യം മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ആരെന്തു ദുർവ്യാഖ്യാനങ്ങളോ യുക്തിന്യായങ്ങളോ സമർപ്പിച്ചാലും ശരി, അള്ളാഹുവും അവന്റെ റസൂലും സ്പഷ്ടമായ ഭാഷയിൽ പ്രസ്താവിച്ച ഏതൊരു കാര്യവും അതേപടി സ്വീകരിക്കുകയും യുക്തിയും ശാസ്ത്രവും അതോട് അങ്ങോട്ട് യോജിപ്പിക്കുവാൻ ശ്രമിക്കുകയുമല്ലാതെ നമ്മുടെ ആശയത്തിനും താൽപര്യത്തിനും ഒപ്പിച്ച് ഖുർആനെ വ്യാഖ്യാനിക്കുവാൻ സത്യവിശ്വാസികൾക്ക് നിവൃത്തിയില്ല. ചില കാര്യങ്ങളെപ്പറ്റി സാധാരണ സംഭവങ്ങളെന്നും മറ്റു ചിലതിനെപ്പറ്റി അസാധാരണ സംഭവങ്ങളെന്നും നാം പറയുന്നു. ചില കാര്യങ്ങളെപ്പറ്റി
അവ പ്രകൃതി നിയമങ്ങളാണെന്നും മറ്റു ചിലതിനെപ്പറ്റി അവ പ്രകൃതി നിയമത്തിനതീതമാണെന്നും വിധി കൽപ്പിക്കുന്നു. വാസ്തവത്തിൽ ഈ തരം തിരിക്കലിലുള്ള മാനദണ്ഡം നമ്മുടെ പതിവും പരിചയവും മാത്രമാണ്. അല്ലെങ്കിൽ മർഹൂം സയ്യിദ് ഖുതുബ് ഈ സൂറത്തിന്റെ വിവരണത്തിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ സൂര്യൻ ദിനം പ്രതി കിഴക്കുനിന്ന് ഉദിച്ചു കണ്ട് പരിചയപ്പെട്ടതുകൊണ്ടും കുട്ടികൾ ജനിക്കുന്നത് നിത്യ പതിവായതുകൊണ്ടും അവയെല്ലാം സാധാരണ സംഭവങ്ങളായി നാം ഗണിക്കുന്നുവെന്നേയുള്ളൂ. മനുഷ്യന്റെ കഴിവിനെ അപേക്ഷിച്ചു നോക്കുമ്പോൾ അവ ഓരോന്നും അസാധാരണവും അമാനുഷികവുമായ സംഭവങ്ങളല്ലാതെ മറ്റെന്താണ്? യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായി മനസ്സിലാക്കുവാനുള്ള തൗഫീഖും ഹിദായത്തും അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. ആമീൻ.